അങ്ങനെ നമ്മളെല്ലാവരും അച്ഛൻ്റെ നാടായ വയനാട്ടിലെത്തി കേട്ടോ. സുൽത്താൻ ബത്തേരിയിൽ നിന്നും കല്ലൂരിലേക്ക് പോകുന്ന വഴിക്ക് 66 ബസ് സ്റ്റോപ്പ് കിട്ടും. അവിടെ ഇറങ്ങി കല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുൻവശത്ത് കൂടി നേരെ അങ്ങ് പോയാൽ അച്ഛൻ്റെ തറവാട്ടിലേക്ക് എത്തും. 66 ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞത് 66 എണ്ണ അല്ല കേട്ടോ, 66 എന്ന് പറയുന്ന സ്ഥലപ്പേരാണ്. പോകുന്ന വഴിക്ക് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മുത്തപ്പന മടപ്പുരയൊക്കെ കിട്ടും. അതൊക്കെ കഴിഞ്ഞ് നേരെ മുന്നോട്ടേക്ക് വെച്ച് പിടിച്ചാൽ മതി. ഇന്നലെ ഞാൻ വടകര ടൗണിൽ ഒരു കൊറിയർ അയക്കാൻ പോയപ്പോൾ അവിടുത്തെ ഒരു സനീഷ് ഭായി എന്നോട് പറയാം, എല്ലാ ഭായി നിങ്ങൾ അച്ഛൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടിട്ട് കുറേ ദിവസമായല്ലോ, ഇന്നെങ്കിലും എത്തുമെന്ന്. ഈ കാണുന്നതാണ് എൻ്റെ അച്ഛൻ്റെ തറവാട്. എൻ്റെ അച്ഛന് 2 ഏട്ടന്മാരും ഒരു അനിയനുമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അനിയൻ്റെ സ്റ്റോറി കുറച്ച് ട്രാജഡിയാണ്, അത് ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. പണ്ട് നമ്മൾ വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ 2 വീടുകളുണ്ടാവും. അത് ഈ 2 ഏട്ടന്മാരുടെ വീടുകളാണ്. അന്നൊക്കെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് പേടിയാണ്, കാരണം ഇവിടെ നായ ഉണ്ടാവും. പറമ്പിലെത്തുമ്പോൾ തന്നെ ആ നായ ഓടിച്ചാടി വരും. അതുകൊണ്ട് പേടിച്ചിട്ട് ഞങ്ങൾ വളരെ കെയർഫുള്ളായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരാറ്. ഇപ്പം നായ ഇല്ലാണ്ടാ, ഇവിടെയാണ് നായക്കൂട്ടുണ്ടായിരുന്നത്. ഇപ്പം നായൊന്നും ഇല്ലാത്തതുകൊണ്ട് ധൈര്യത്തിൽ ഓടിച്ചാടി പോകുന്നതാണ്. കമലമ്മ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ 45ഓളം മധുര നാരങ്ങയുടെ മരമുണ്ടായിരുന്നു എന്ന്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ 45ഒന്നും ഇല്ല, അത് കുറച്ച് തള്ളായിട്ട് തോന്നി. ഒരു 4-5 എണ്ണം ഉണ്ടായിരുന്നു. അതിലൊന്ന് ഇതിൻ്റെ മുൻവശത്താണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരുപാട് നാരങ്ങകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മരത്തിൽ കയറി നമ്മൾ ഒരുപാട് മധുര നാരങ്ങ കഴിച്ചിട്ടുണ്ട്. എന്തല്ല ഇവിടെയായിരുന്നു അളിപ്പുറം വയൽ, ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ, അളിപ്പുറം വയൽ. ഇത് നമ്മളെ ഇതാണ് അച്ഛൻ്റെ മറ്റൊരു ചേട്ടൻ്റെ വീട്. ഇവിടെ ഒന്നും ആരുമില്ല, എല്ലാവരും ആ ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവരെയൊക്കെ അവിടെ നിർത്തി മെല്ലെ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇവിടുന്ന് കാണുന്ന അളിപ്പുറം വയലിൻ്റെ കാഴ്ചയാണിത്. ചെറുപ്പകാലത്തൊക്കെ ഇവിടെ വന്നാണ് നമ്മൾ കളിക്കാറ്, ക്രിക്കറ്റും വോളിബോളൊക്കെ. എന്തായാലും ഇതാണ് കാപ്പിത്തോട്ടം. ഇവിടെ എല്ലാ ഭാഗത്തും കാപ്പിത്തോട്ടം ഉണ്ടാവും. കാപ്പി സീസൺ എന്ന് പറഞ്ഞാൽ അതൊരു സീസൺ തന്നെയാണ്. ഒരു പ്രത്യേക സുഗന്ധമായിരിക്കും ആ ഒരു സീസണിൽ. പണ്ട് നമ്മൾ വരുമ്പോൾ നമുക്കിവിടെ 2 വീടായില്ലെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 5-8 വീടുണ്ട് കേട്ടോ. ഇവിടെ മക്കൾക്ക് കുറേ ആൾക്കാരൊക്കെ വീടൊക്കെ എടുത്ത് മാറിയിട്ടുണ്ട്. അതിലൊരു വീടാണ് ഈ കാണുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഫസ്റ്റ് കിട്ടുന്ന വീട് ഇതാണ്. പക്ഷെ ഞാൻ നിങ്ങളെ കാണിച്ചത് നിങ്ങളെ തറവാടും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അവസാനം ഇത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അച്ഛൻ്റെ ഏട്ടൻ്റെ, അതായത് നമ്മളെ മൂത്തച്ഛൻ്റെ മൂത്ത മകൻ്റെ വീടാണ് കേട്ടോ. 2ാമത്തെ ആളുടെ ഹൗസ് വാമിങ്ങിനാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതും കഴിഞ്ഞ് നേരെ നമ്മുടെ അച്ഛൻ്റെ ഏട്ടൻ്റെ ഇളയ മകനായ പ്രകാശാട്ടൻ്റെ വീട്ടിലോട്ട് ഒന്ന് കയറി എല്ലാവരെയും കണ്ട് നേരെ നമ്മൾ ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിലേക്ക് പോകണ്ടേ. അവിടെയാണ് എല്ലാവരും ഉള്ളത്. നമ്മളൊരു ഇൻട്രൊഡക്ഷനായി ഇത് കാണിച്ചെന്ന് മാത്രം കേട്ടോ. എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതിനുള്ളിൽ അവിടെ ഇവിടെയിലായിട്ട് കിടക്കുന്നുണ്ട്. ഞങ്ങളുടെ മൂത്തച്ഛൻ, അച്ഛൻ്റെ ഏട്ടൻ, ഇതാണ് ഈ വീടിൻ്റെ ഗൃഹനാഥൻ. ആളെന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടാണുള്ളത്. നമുക്കത് കേട്ടാൽ മതി. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമുക്കും ഭയങ്കര ഹാപ്പിയാണ്. വന്ന പാടനെ റെസ്റ്റ് എടുക്കുകയാണ് തേജക്കുട്ടനും. തേജക്കുട്ട ഇതാണോ വയനാട്? എന്താടാ വയനാട് എന്താ കുഴപ്പോ? ഇതാ ബില്ലക്കുട്ട, സുജീഷക്കുട്ട, ഇതാണ് വീട്. ഇങ്ങനെ വരും. അല്ല, വീടിനകത്തേക്ക് എത്തിയട്ടാ. വേറെ അവിടെ ഇരിക്കുന്നുണ്ട്. ഷജന അടിപൊളി. നമ്മളൊരു വ്ളോഗിൽ നിങ്ങളെ കൂടെ പെടുത്തിക്കളെ വിചാരിച്ച് ഓടലാണ് ഓടലാണ്. കമലമ്മ വന്ന ഉടനെ കത്തി തുടങ്ങി. ഉണ്ണിയപ്പ കുറ്റം പറയും, ഉണ്ടാക്കിയ ഭക്ഷണം കുറ്റം പറയുന്നുണ്ടല്ലേ. പച്ച കളവ് പറയുന്നില്ലേ. വയലില്ല, എന്തിന് വയലിൽ എന്തിനാ പോയത്? റീൽ എടുക്കാനാ? റീൽ ഇവിടെ ഇത്ര ആൾക്കാരോട് വരുമ്പോ റീൽ എടുക്കാൻ പോയതാ? റീൽ നാളെ എടുത്തൂടെ? പറ. ചിരിക്കുന്ന പറണേ. വെറുതെ റീൽ എടുക്കാൻ ഇവിടെ ഇത്ര ആൾക്കാർ വരുമ്പോൾ ഇനി വയലിൽ പോയി റീൽ എടുക്കാൻ പാടുണ്ടാ? അതാ വെള്ളമുണ്ടാ?
ആ നിങ്ങളെല്ലാം ഒരുമിച്ചുള്ള പരിപാടി അല്ലേ? റീലൊക്കെ കാണിച്ചു തരണേ. എടുത്തു കഴിഞ്ഞാ കാണിച്ചു തരാ. ചിരിച്ചോളി ചിരിച്ചോളി മാളോ, എന്താ ചിരിക്കും പോരാത്ത? പ്രേംകുമാർ ബത്തേരി. ഞാനിപ്പോ തമാശ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ ചെറുപ്പക്കാരിയായിട്ട് അതിനുള്ള മരുന്ന് കൊടുക്കുന്നുണ്ട് ഞാന് കേട്ടാ. അതിനുള്ള മരുന്ന് കൊടുക്കുന്നുണ്ട് പ്രേമാട്ടാ. നമുക്ക് രാഷ്ട്രീയ പരിപാടി കളിക്കുന്ന കളിക്കുന്ന നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യം ചെയ്യാൻ അവിടെയൊക്കെ എന്തോ മരുന്നുണ്ട്. മഞ്ജുവാനുണ്ട്. മഞ്ജുവാനും എത്ര വയസ്സുണ്ട്? 8 പോകുന്നുണ്ട്. ഓളെ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ടീച്ചർ ചെറുപ്പക്കാരി, ചെറുപ്പക്കാരി. ഹാപ്പിനെസ്. ഹാപ്പിനെസ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് പ്രേമമായിട്ട്. നിങ്ങൾക്ക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവിന്റെ ഏട്ടന്റെ മൂത്ത മോനെ, എന്റെ ഭാര്യ സിന്ധു, എന്റെ അമ്മാവന്റെ മോള് അതിലുകൊണ്ട് ഇരിപ്പുണ്ടോ എല്ലാം തച്ച വടി ചൊറഞ്ഞ പോലല്ലോ. സോറി ക്ഷമ. സിന്ധുസിക്ക് ഫീൽ ചെയ്ത് ഇത് കൊടുക്കണ്ടല്ലേ? ഹാപ്പി തീർച്ചയായും എന്താ പറഞ്ഞേ? ഇങ്ങനെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല എന്നാ കള്ളത്തി? ആരാ മൈൻഡ് ചെയ്തത്? നീയല്ല മൈൻഡ് ചെയ്തത്? നീയല്ല മൈൻഡ്? അതുകൊണ്ടെന്താ എനിക്ക് പെട്ടെന്ന് തിരിയണ്ടേ ആൾക്കൂട്ടത്തിൽ നിന്നിട്ട്? നീ വലിയ സുന്ദരി കുട്ടിയായില്ലേ, അതുകൊണ്ടല്ലേ? സുന്ദരി നമ്മൾ ഭയങ്കര സന്തോഷമായി അവർക്ക്. മൈക്കിൾ ജാക്സനാ? അവളോടുന്ന് മറ്റുള്ളോടുന്ന് ഇതെല്ലാം വിശേഷം തന്നെയല്ലേ നിങ്ങളോട്? പോവാ. തലയാട്ടിയതുപോലെ തലയാട്ടിയതുപോലെ തലയാട്ട് ആട്ട്. ഇനി ആടൽ അവിടെ ഉണ്ടാവില്ല. ആട്ടണേ ആട്ടണേ. ആങ്ങളമാർക്കുള്ള മുതലായത് ഇതാ നെടുന്തൂണ്. സ്ലോ മോഷനിലാക്കുക, സ്ലോ മോഷനിലാക്കുക.
അളിപ്പുറം വയൽ. അളിപ്പുറം വയൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ വളരെ ചെറുപ്പകാലം മുതൽ തന്നെ വന്ന് കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ടാണ് കേട്ടോ. ഈ ഗ്രൗണ്ട് നമ്മുടെ വയലാണ്. ഈ അതിർവരമ്പുകളിലൂടെയാണ് ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ നടന്നു വരാറ്. അന്ന് നമ്മൾ ബസ് ഇറങ്ങൽ കല്ലൂരല്ല സുവിശേ? കല്ലൂർ ബസ് ഇറങ്ങിയിട്ട് 1 കിലോമീറ്റർ നടന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്താറ്. ഇപ്പം 66 ഇറങ്ങും. എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഇത് കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയാണ്. നല്ല ഇവിടുത്തെ ഒലിക്ക് എന്താ സ്ഥിതി അറിയില്ല. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇത് നടന്ന് ടയേർഡായി പോകും. ഇനി ഇവന് ക്ഷീണമൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മളെ പരിപ്പെടുത്തു ഇങ്ങനെ നടക്കുമ്പോൾ. എല്ലാം നല്ല ഉയരമുള്ള സ്ഥലമാണല്ലോ. ഉയരം മീൻസ് നമ്മുടെ നാട്ടിൽ ഒന്തെന്ന് പറയും, നിങ്ങളുടെ നാട് പറയാ കയറ്റമുള്ള സ്ഥലമായതുകൊണ്ട് ക്ഷീണിച്ചു. പക്ഷെ ഇവിടുത്തെ ആൾക്കാരെല്ലാം നടന്ന് ആരോഗ്യവാന്മാരായിട്ടില്ലേ അല്ലേ? ഇറങ്ങാണ്ടല്ലേ. ചെറുപ്പത്തിലെ ശീലിച്ചു കഴിഞ്ഞാൽ അത് വളരെ വളരെ നല്ല കാര്യമാണ്. നമ്മളെല്ലാം ശരീരം ഒന്നിനും കൊള്ളൂല, നിങ്ങളെല്ലാം ശരീരം സൂപ്പറാണ്. കല്ലൂരിൽ നിന്നും ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങി കേട്ടോ. അവിടെ നേരെ പോയത് സുൽത്താൻ ബത്തേരിയിലാണ്. സുൽത്താൻ ബത്തേരിയിലെ പ്രേമേട്ടൻ്റെ കാറും ഫോളോ ചെയ്ത് നേരെ പ്രേമേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടുന്ന് ഞാൻ നേരെ പ്രേമാട്ടൻ്റെ കൂടെ ഒന്ന് ബത്തേരിക്ക് മുങ്ങി കേട്ടോ. അവിടെ പ്രേമാട്ടൻ്റെ ഓഫീസിൽ പോയി അവിടെയുള്ള പ്രേമാട്ടൻ്റെ സുഹൃത്തുക്കളൊക്കെ കണ്ട് ഒരുപാട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് നേരെ നമുക്ക് നാട് പിടിക്കണ്ടേ നമ്മളെ വടകരക്ക്. ഇന്ന് പുലർച്ചെ ഇറങ്ങിയതാ, നല്ല ക്ഷീണമുണ്ട്. എന്നാലും ഇന്ന് തന്നെ നാട്ടിലെത്തേണ്ട അത്യാവശ്യമുള്ളത് കൊണ്ട് നേരെ ചുരമൊക്കെ ഇറങ്ങി നമ്മുടെ വടകരക്ക് പിടിച്ചട്ടോ. അപ്പോൾ പിന്നെ ഓക്കെ, ബൈ ബൈ. இதயம் எழுதும் காதல் விலாசம் நீதானே, மனதின் திரைகள் நீங்காமல் நீ